സമീപകാലത്ത് ചാലക്കുടി പുഴയിലെ ഉയർന്ന മേഖലകളിലെ മുതല സാന്നിധ്യം പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവർക്കും മറ്റും ഉയർന്ന ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം വേളുക്കുരയ്ക്ക് സമീപത്തെ പമ്പ് ഹൗസിൽ കടവിൽ ഒരു യുവാവിനെ കാണാതായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം അഗ്നിരക്ഷാസേന നടത്തിയിരുന്നു. വളരെ കരുതലോടെയാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നത്. ഏതാനും മാസം മുമ്പ് അതിരപ്പള്ളിയിൽ ആദിവാസി യുവാവ് പുഴയിൽ നീന്തുന്നതിനിടെ കാണാതായപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് ഇതേ ആശങ്കയാണ് ഉണ്ടായിരുന്നതും. പുഴയിലെ മുതലകൾ പെറ്റുപെരുകുന്നതിനാലാണ് നാളുകൾ കഴിയുന്തോറും ഈ ആശങ്ക വലിയ തോതിൽ വർദ്ധിക്കുന്നത്. സമീപകാലത്ത് ചാലക്കുടി പുഴയിലെ മുതലകൾ പാറക്കെട്ടുകളിൽ കിടക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയായും ഫോട്ടോയായും പകർത്തുകയുണ്ടായി. ഇതിൽ ഒന്നിൽ പക്ഷിയെ പിടികൂടുന്ന മുതലയുടെ ചിത്രവും ഉൾപ്പെട്ടിരുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ഒരു വീട്ടിൽ കയറിയ മുതലയെ വനപാലകരെത്തി പിടികൂടുകയായിരുന്നു. പുഴയിൽ ചത്ത മുതലകളെയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2018 പ്രളയകാലത്ത് കാഞ്ഞിരപ്പള്ളിയിലെ പാടശേഖരത്തിൽ നിന്നും ഒരു മുതലയെ നാട്ടുകാർ പിടികൂടിയിരുന്നു. തുടർന്ന് ചാലക്കുടി പുഴയോരത്ത് മുതലഭീതി വർദ്ധിച്ചത്. അതിരപ്പള്ളി മുതൽ പരിയാരം വരെയുള്ള പുഴയുടെ ഭാഗങ്ങളിലാണ് മുതലകളെ കൂടുതലും കണ്ടുവരുന്നത്. പുഴയുടെ കരയിൽ പലയിടത്തും ഇവ കിടക്കുന്നതായി സൂചനകളുമുണ്ട്.